അപ്പൊ അവരൊക്കെ അവിടെ എത്തി. ഭഗവാന്റെ പ്രധാനിയായിട്ടുള്ള ശിവഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദികേശ്വരൻ. ആ ശിലാദ തനയനായിട്ടുള്ള നന്ദികേശ്വരനെ ഇപ്പൊ ശിവപുരാണത്തിൽ ഈ നന്ദികേശ്വരന്റെ പ്രഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നന്ദികേശ്വരൻ ഈ ശിവഗണങ്ങളിൽ പ്രധാനിയായിട്ട് മാറിയത്? ശിലാദ തനയനായിട്ടുള്ള നന്ദി വളരെ കാലം ശിവഭജനം ചെയ്തിട്ടാണ് ഭഗവത് അനുഗ്രഹം നേടി നന്ദികേശ്വരനായിട്ട് മാറിയത് എന്നാണ്. അപ്പൊ തന്റെ ഗണങ്ങളിൽ അതിന്റെ നാഥനായിട്ട് നന്ദികേശ്വരനെ അഭിഷേകം ചെയ്യുമ്പോൾ ഭഗവാൻ എന്താണ് തന്റെ ജടയിൽ നിന്നും ആ ഗംഗയെ കയ്യിലെടുത്തിട്ട് അഭിഷേകം ചെയ്തു എന്നാണ് ആ സമയത്ത്. അത് നന്ദിയെ അഭിഷേകം ചെയ്തതിന് ശേഷം താഴേക്ക് ഒഴുകുന്നത് പല പിരിവുകളായിട്ട് പല കൈവഴികളായിട്ട് പിന്നീട് ഒഴുകാൻ തുടങ്ങിയെന്നൊക്കെയാണ്. എല്ലാറ്റിനും അധികാരിയാണ് നന്ദികേശ്വരൻ. രുദ്രഗണങ്ങളിൽ ശിവഗണങ്ങളിൽ പ്രധാനിയാണ്. നമ്മൾ വാഹനമായിട്ടുള്ള നന്ദി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഭഗവാന്റെ വാഹനമായിട്ടുള്ള നന്ദി അത് മറ്റൊന്നാണ്, അത് വൃഷഭമാണ്. എന്നാൽ നന്ദികേശ്വരൻ എന്ന ശിവഗണം എത്രയോ അധികം സൗന്ദര്യത്തോടുകൂടി ആണ് ആ നന്ദികേശ്വരൻ വിരാജിക്കുന്നത് എന്നൊക്കെ കാണാം, ശിവപുരാണത്തിൽ പറയും. അപ്പൊ അങ്ങനെ നന്ദികേശ്വരന്റെ അടുത്ത് അവരെല്ലാവരും എത്തിയ ശേഷം ഞങ്ങളൊക്കെ വന്നു ചേർന്നു എന്ന വിവരം നന്ദികേശ്വരനെ ധരിപ്പിക്കുന്നു. എന്താണ് അവരുടെ പ്രാർത്ഥന? ഞങ്ങൾക്ക് ആ ഭഗവത് ദർശനത്തിനുള്ള വഴി ഒരുക്കി തന്നാലും. അങ്ങനെ ആ ഭഗവാനോട്, ചന്ദ്രമൗലീശ്വരനോട്, ആ മഹാദേവനോട് നന്ദികേശ്വരൻ അറിയിക്കുകയാണ്. എല്ലാവരും വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ച എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ദർശനം കൊടുത്തു, എല്ലാവരെയും അനുഗ്രഹിച്ചു. എല്ലാവരും ആ ഭഗവാനെ നമസ്കരിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ആ വിവാഹത്തിനായിട്ടുള്ള ഒരു യാത്ര എന്നാണ്. ദേവന്മാരോടും ഇവിടെ വന്നു ചേർന്ന മറ്റെല്ലാവരോടും കൂടിയിട്ട് അപ്പൊ ഇവിടെ ഇന്ദ്രാദി ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ്, ബ്രഹ്മാവുമൊക്കെ പ്രാർത്ഥിക്കുകയാണ് ശ്രീപരമേശ്വരനോട്. ഭഗവാനെ അവിടുത്തെ ഈ ഒരു രൂപം, ഈ ശരീരം മുഴുവനും ചിതാഭസ്മം ധരിച്ച് നാഗങ്ങളെ ആഭരണമാക്കിയിട്ട് ആ ഒരു രൂപത്തെ മാറ്റി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ആടയാഭരണങ്ങളെല്ലാം ധരിച്ച് വിവാഹത്തിന് അനുയോജ്യമായ ഒരു രൂപത്തെ സ്വീകരിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു വാക്ക് കേട്ടിട്ട് ശരി അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം എന്തായി തീർന്നു? ഈ ഓരോ അംഗങ്ങളും അല്ലെങ്കിൽ അതിലെ ഓരോ ഇപ്പോൾ നാം കാണുന്ന അസ്ഥിമാലകളും നാഗഹാരങ്ങളും നെറ്റിത്തടത്തിലെ തൃക്കണ്ണും അതൊക്കെ മറ്റൊന്നായിട്ട് പരിണമിക്കുകയാണ് ഉണ്ടായത് എന്നാണ്. ജടാമുടി ഒരു കിരീടമായിട്ട് പരിണമിക്കുകയാണ്. നെറ്റിത്തടത്തിലെ ആ ഒരു തൃക്കണ്ണ്, മൂന്നാം തൃക്കണ്ണ്, അത് ഒരു ഗോരോചനം കൊണ്ടുള്ള ഒരു തിലകം പോലെയായിട്ട് മാറുകയും ഈ നാഗഹാരങ്ങളൊക്കെ തന്നെ രത്ന ആഭരണങ്ങളായിട്ട് കാണപ്പെടുന്നു. ഇതുവരെ ചിതാഭസ്മമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നല്ല കസ്തൂരീഗന്ധം വമിക്കുന്നതായ ആ ഗോരോചനം, കളഭത്തിൻ്റെതായ സുഗന്ധം ശരീരത്തിൽ അങ്ങനെ വ്യാപരിച്ചു. സുന്ദരേശ്വരനായി മാറി എന്നാണ്. ശ്രീപരമേശ്വരനെ പലപ്പോഴും പല സ്തുതികളിലും കാണാം സുന്ദരേശ്വരനായിട്ട് ഉള്ളൊരു രൂപം എന്നാണ്. ഇപ്പൊ ശിവപുരാണത്തിൽ കാണാം, അവിടെ ഈ വിവാഹത്തിനായി ദേവന്മാരോടൊപ്പം എഴുന്നള്ളി ഹിമവാന്റെ ആ കൊട്ടാരത്തിലേക്ക് വരുമ്പോ ആ സമയത്തും ഈ ഹിമവാന്റെ പത്നിയായിട്ടുള്ള പാർവതീദേവിയുടെ മാതാവായിട്ടുള്ള മേനയുടെ ഒരു
ഭ്രമത്തെ തീർക്കുന്ന ഒരവസരമുണ്ട്. കാരണം ഈ മേനാദേവിക്കും തന്റെ പുത്രി പാർവതി ഇത്ര അധികം കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് നേടാൻ പാകത്തിന് എന്ത് മഹിമയാണ് ശിവനുള്ളത്? അത്രയ്ക്ക് സുന്ദരനാണോ? ചില പെൺകുട്ടികൾ എനിക്ക് ഇയാളെ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ അമ്മമാർക്കാണ് സംശയം. അത്ര കേമനായാള് ആണ്. കണ്ടു കഴിയുമ്പോഴാണ് ഇവനെ കല്യാണം കഴിക്കാനാണോ നീ ഇത്രയധികം കാത്തിരുന്നത് എന്നൊക്കെ ചോദിക്കും. അതേപോലെയാണ് ഇവിടെ മേനയ്ക്കും ഉണ്ടായിരുന്ന ഒരു സംശയം എന്നാണ്. എന്ത് യോഗ്യതയാണ്, അല്ലെങ്കിൽ ഇത്രയധികം ഒരു കാണാൻ സൗന്ദര്യമുള്ള, അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല ആ രൂപം. അപ്പൊ കാണാനുള്ള ഒരു ആഗ്രഹം എന്നാണ്. തന്റെ പുത്രിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പ്രതിശ്രുത വരനെ കാണാൻ വേണ്ടി മേന നാരദനോടാണ് ചോദിക്കുന്നത്. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ വരൻ ബന്ധുക്കളോടുകൂടി ആ വിവാഹത്തിനായിട്ട് എഴുന്നള്ളി വരുന്ന ആ മാർഗത്തില് കൊട്ടാരത്തിന്റെ മുകളിലായിട്ട് കാണാൻ പാകത്തിന് മട്ടുപ്പാവിൽ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോ മേന ചോദിക്കുന്നുണ്ട്, ഇതാണോ നാരദ മഹർഷേ? അല്ല, അത് ഇന്ദ്രനാണ്, അത് അഗ്നിയാണ്. ഇങ്ങനെ അതിതേജസ്വിയായിട്ടുള്ള ദേവന്മാരൊക്കെ കടന്നു വരുമ്പോഴും മേന അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്. ഭഗവാൻ മഹാവിഷ്ണു വരുമ്പോ മേന പറയുകയാണ്, നാരദ എനിക്ക് സംശയമൊന്നുമില്ല, ഇത് തന്നെയാണ് ശിവൻ. പറഞ്ഞു, അല്ല, അത് ഭഗവാൻ മഹാവിഷ്ണുവാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരികയാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് വലിയൊരു ആരവം കേൾക്കാമെന്നാണ്. വല്ലാത്തൊരു ശബ്ദം, ഭയാനകമായ ശബ്ദം, ഭയാനകമായിട്ടുള്ള ചില വാദ്യഘോഷങ്ങള്, ഡക്കാ ഡമരു പോലുള്ള വാദ്യങ്ങളുടെ ശബ്ദം. തൊട്ടുപിന്നാലെ ഒരു വലിയ പടയാണ് എന്നാണ്, ശിവഗണങ്ങളെയാണ് ആദ്യം കാണുന്നത് മേന എന്നാണ്. അത് കണ്ടപ്പോ തന്നെ മേനയുടെ പകുതി ഗ്യാസ് പോയി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. കണ്ടാൽ തന്നെ പ്രാകൃതമായ, ഒന്നും സാമാന്യം പോലെയുള്ള ആരും തന്നെ ഇല്ല ആ കൂട്ടത്തിൽ നിന്നാണ്. അതിവികൃതമായ രൂപികളായിട്ടുള്ള ശിവഗണങ്ങളെ കണ്ടു. ഭയത്തോടു കൂടി ചോദിച്ചു നാരദനോട് മേനാദേവി, ഇതാരാണ് നാരദ? പറഞ്ഞു, അത് ഈ ശിവന്റെ ഗണങ്ങളാണ്. ഇങ്ങനെയുള്ള കൂട്ടര ശിവന്റെ ഒപ്പം? അതെ. അതങ്ങോട്ട് കഴിഞ്ഞു. അവര് വന്നു. തൊട്ടു പിന്നാലെയാണ് ആ ഭഗവാൻ പ്രവേശിക്കുന്നത്. അപ്പൊ നാരദൻ പറഞ്ഞു, ഇതാണ് പാർവതിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രീ പരമേശ്വരൻ. അതങ്ങോട്ട് കണ്ടതും മേന ബോധം കെട്ടു വീണു എന്നാണ്. കണ്ടാലേ അതിഭയാനകമായൊരു രൂപം. കാരണം ഭഗവാൻ അറിയാം ഈ പാർവതീദേവിയുടെ മാതാവ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഒരു മായ പ്രയോഗിക്കുകയാണ്. ഒരു മുതുക്കൻ കാളയുടെ പുറത്ത് പുലിത്തോലൊക്കെ ധരിച്ച് കഴുത്തിലും കയ്യിലും എല്ലായിടത്തും ഈ സർപ്പങ്ങളെ ആഭരണമാക്കി ജടയൊക്കെയായി ആകെ ഒരു പ്രാകൃത രൂപം എന്നാണ്. ഭയാനകമായ രൂപം. ഇതങ്ങോട്ട് കണ്ടതും മേന മോഹാലസ്യപ്പെട്ടു വീഴുന്നു. പിന്നീടാണ് ഉണർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണർന്നു. ഋഷിപത്നിമാരും എല്ലാവരും ബന്ധുജനങ്ങളൊക്കെ ചുറ്റും നിന്നു. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നതും മേന പിന്നെ ശകാരിക്കാൻ തുടങ്ങി പാർവതിയെ. ഇനി എന്റെ പുത്രിയെ വേറെ ആർക്ക് കൊടുത്താലും, ഇനി വിവാഹം കഴിപ്പിച്ചില്ല എങ്കിലും വേണ്ടില്ല, ശിവന് ഞാൻ കൊടുക്കില്ല. അതിലും ഭേദം അവളെ കഴുത്തിൽ കല്ല് കെട്ടിയിട്ട് കടലിൽ താഴ്ത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാനും കരയാനും ഒക്കെ തുടങ്ങി. അപ്പോഴാണ് നാരദ മഹർഷി തന്നെ ആ മേനയെ ആശ്വസിപ്പിച്ചു. അതുപോലെ വസിഷ്ഠപത്നിയായിട്ടുള്ള അരുന്ധതി. എന്നിട്ടാണ് ആ വീണുകിടക്കുന്ന മേനയെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ഭഗവാനെ ശ്രീപരമേശ്വരനെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിർത്തി കാണിച്ചു കൊടുത്തു എന്നാണ്. നോക്കൂ എന്നാണ്. അപ്പോഴാണ് മേന അത്ഭുതത്തോടു കൂടി അങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നാണ്. സുന്ദര രൂപത്തിൽ നിന്നാണ്. സുന്ദരേശ്വരനായിട്ട് മേനയ്ക്ക് ദർശനം നൽകി എന്നാണ്. അങ്ങനെ സുന്ദരേശ്വരനായിട്ടാണ് ഭഗവാൻ പുറപ്പെട്ടത്. വേദഘോഷങ്ങളോടും വാദ്യഘോഷങ്ങളോടും ഒക്കെ കൂടിയിട്ടാണ്. താലവൃന്ദങ്ങളൊക്കെ ആയിട്ട് അപ്സര സ്ത്രീകളുണ്ട്. വെൺകൊറ്റക്കുടകളൊക്കെ ധരിച്ചുകൊണ്ടുള്ളവരുണ്ട്.
ഗീതങ്ങളെ ഉറക്കെ ഉറക്കെ പാടിക്കൊണ്ടും സൂതമാഗധവന്തികളുടെ ജയശബ്ദം കൊണ്ട് മുഖരിതമായിട്ടാണ് ആ യാത്ര